ADGP RSS കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ച ഘടകകക്ഷികൾ. വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ലെന്നും ആ നിലപാടിൽ നിന്ന് മുന്നോട്ടോ പുറകോട്ടോ പോയില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ബുധനാഴ്ച നടന്ന ഇടതുമുന്നണി യോഗത്തിലാണ് CPI, RJD, NCP എന്നീ ഘടകകക്ഷികൾ രംഗത്ത് വന്നത്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ മാനിക്കുന്നു. പക്ഷേ അപ്പോഴും ഇത് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിനോട് യോജിപ്പില്ല. കൃത്യമായി തന്നെ അതിൽ ഒരു നടപടി വേണമെന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് CPI അടക്കമുള്ള ഘടകകക്ഷികൾ. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചത്? അതായത് ഇടതുമുന്നണി യോഗത്തിന് ശേഷവും നിലപാട് കൃത്യമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ശ്രുതി തുളസി, കഴിഞ്ഞ ദിവസം അടക്കം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ. എന്തായാലും ADGP RSS നേതാവിനെ കണ്ട വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ല, മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ആദ്യം പറഞ്ഞ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. CPIയുടെ നിലപാട് തന്നെയാണ്, സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം എടുത്ത നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പുതിയ LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു വലിയൊരു വിവാദം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ അതുപോലെ NCP അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു. PC ചാക്കോ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ നിലപാട് കൈക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. വളരെ ഗൗരവപരമുള്ള ഒരു വിഷയമാണ്. അതിലെന്തായാലും ADGPക്കെതിരെ നിലപാട് അല്ലെങ്കിൽ നടപടി എടുക്കണം. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തായാലും ഇവർ ഉന്നയിച്ച വിഷയത്തിൽ ആ സമയത്തിന് ആ യോഗത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ഇവരുടെ ആരോപണങ്ങളെ നിരസിക്കുകയുണ്ടായി. കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ DGP നേരിട്ട് ADGPക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അടക്കം ADGPയെ വിളിച്ച് DGP നേരിട്ട് മൊഴിയെടുത്തിരുന്നു. ഇന്നും മൊഴിയെടുക്കും എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം 4 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് നടന്നിരുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മുടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ നിലപാട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഘടകകക്ഷിക്കുള്ളിൽ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ADGPക്കെതിരെ നിലപാട് കൈക്കൊള്ളണമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ CPM-ഉം LDF-ഉം ഒന്നടങ്കം സമ്മർദ്ദത്തിലാവുകയാണ്. കാരണം മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നുള്ള പരക്കെയുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പാറമേക്കാവിൽ RSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബളയെ നേരിട്ട് കണ്ടു. എന്തുകൊണ്ട് കണ്ടു? ഇത്തരത്തിൽ ഒരു RSS നേതാവിനെ നിരന്തരം ആവർത്തിച്ച് കാണുന്നത് എന്താണ് എന്നുള്ളത് ഒരു പരക്കെയുള്ള വിമർശനമാണ്. അത് തന്നെയാണ് ബിനോയ് വിശ്വം ആവർത്തിച്ച് ചോദിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് RJD സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള വർഗീസ് ജോർജും ഈ യോഗത്തിൽ ആവർത്തിച്ച് ചോദിച്ചത്. എന്തായാലും ഈ യോഗത്തിലാണ് RJDയും അതുപോലെ തന്നെ NCPയും ഭാരവാഹികൾ യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു വിമർശനം മുന്നോട്ട് കൊണ്ടുവന്നത്. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ LDFൻ്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ്റെ ആദ്യ യോഗമായിരുന്നു. ഈ യോഗത്തിൽ ഇത്തരത്തിലൊരു അജണ്ട ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചർച്ച ഉണ്ടായ സമയത്ത് തന്നെ CPI ഈ വിഷയം ഏറ്റെടുക്കുകയുണ്ടായി. തുടർന്ന് കഴിഞ്ഞ ദിവസം അടക്കം ബിനോയ് വിശ്വം ഈ വിഷയത്തിൽ നിലപാട് കൈക്കൊണ്ടിരുന്നു. തുടർന്ന് ബിനോയ് വിശ്വം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും 1 മാസം ഈ അന്വേഷണം വരുന്നുണ്ട്. എന്നാലും ഈ അന്വേഷണം നീണ്ടുപോകേണ്ടതില്ല എന്നടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് CPI മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM എന്തായാലും വ്യതിചലിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. LDF മുന്നണിയിൽ എന്തായാലും ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല, ഇത്തരത്തിലൊരു വിഷയവുമില്ല. ADGP RSS നേതാവിനെ കണ്ട വിഷയത്തിൽ എന്തായാലും കൃത്യമായിട്ടുള്ള നിലപാട് കൈക്കൊള്ളും. വേണം എന്ന് തന്നെയാണ് ഘടകകക്ഷികൾ ഉറച്ചു നിൽക്കുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.